അപ്പം നിങ്ങൾ തമ്പ്ലൈനിൽ കണ്ട പോലെ തന്നെ ഞാനൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ചൗച്ചവ് പറഞ്ഞിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. അതുകൊണ്ട് എങ്ങനെ അച്ചാറിടാമെന്ന് നോക്കട്ടെ നമുക്ക്. അപ്പോൾ നമ്മൾ ചൗച്ചവൊക്കെ ഇതുപോലെ നൈസായിട്ട് നന്നായി കഴുകി തൊലി കളഞ്ഞുകൊണ്ട് മോൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതുകൊണ്ട് എങ്ങനെ അച്ചാറുണ്ടാക്കാൻ നോക്കാം. സാധാ നമ്മൾ മാങ്ങയൊക്കെ അച്ചാറിടും പോലെ തന്നെ ഇട്ടിടുക. അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ എൻ്റെ കയ്യിലില്ല. ഓയിൽ ഒഴിച്ചെടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നന്നായി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അച്ചാറിൻ്റെ മസാല ഇട്ട് കൊടുക്കട്ടോ. അച്ചാർ പൊടി ഇട്ട് കൊടുക്കട്ടോ. അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. നന്നായി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഈ എണ്ണയിൽ കടുകും അച്ചാർപ്പൊടി എല്ലാം കൂടെ ഒന്ന് വറുത്ത്, അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് നല്ലൊരു സ്മെല്ലും ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പൊടിയൊക്കെ നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചൗച്ചൗ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചൗച്ചൗ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇതിട്ട് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടത്. നമ്മൾ ചൗച്ചൗക്ക് ഇട്ടെടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണ്ട. ഞാൻ ഇതിലേക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായി കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കണ്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചെടുക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ വിനാഗിരി ഒഴിച്ചെടുത്തിട്ടുണ്ട്. അധികം ഒന്നും ഒഴിച്ചെടുത്തിട്ടില്ല, ലേശം വിനാഗിരി ഒഴിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി ചൗച്ചൗ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.